ഇടുക്കി ജില്ലയിൽ മുകളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഏക വെള്ളച്ചാട്ടമാണ് തൂവൽ അരുവി. പക്ഷേ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാവാത്തത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരി ഒഴുക്കിൽപ്പെടുകയും നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിൽ രക്ഷപ്പെടുകയുമായിരുന്നു. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഴ്ചയിൽ അതിമനോഹരിയാണെങ്കിലും അപകടം ഒളിച്ചുവെച്ച ഒരു മുഖം കൂടിയുണ്ട് ഈ ജലപാതത്തിന്. വെള്ളച്ചാട്ടത്തിന്റെ ആകാശ ദൃശ്യം നേരിട്ട് കാണാനാകുമെന്നതിനാൽ വർഷം മുഴുവൻ ഇവിടേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ്. അപകടം പതിയിരിക്കുന്നത് അറിയാതെയാണ് മിക്കപ്പോഴും സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. ഇക്കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇവിടം ആസ്വദിക്കാനെത്തിയവരിൽ 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഒരാൾ അപകടത്തിൽപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ ഇടപെടലിൽ രക്ഷപ്പെട്ടു. അപകടങ്ങൾ പതിവാകുമ്പോഴും ഈ മേഖലയിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇന്നലെ തൂവൽ വെള്ളച്ചാട്ടത്തിൽ വിനോദസഞ്ചാരികൾ കടന്നു പോകരുതെന്ന് പറഞ്ഞ മേഖലയിലേക്ക് കടന്നുപോവുകയും വെള്ളത്തിൽ ചാടുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന അവരെല്ലാം കൂടെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം വെച്ച് അവിടുത്തെ നാട്ടുകാർ ഓടി വന്ന് അത്ഭുതകരമായി കയറിട്ട് ഇട്ട് അവരെ രക്ഷപ്പെടുത്തി. ഒരു 12ഓളം ജീവനുകൾ ഈ തൂവൽ വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ യാതൊരു വക സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലില്ല. ഒന്നെങ്കിൽ അത് വേലി കെട്ടി സൂക്ഷിക്കുകയോ എവിടെയാണോ അപകടം സംഭവിക്കുന്നത് അവിടെ സുരക്ഷിതമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഇവിടുത്തെ പഞ്ചായത്തും നമ്മുടെ ടൂറിസം വകുപ്പും ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംരക്ഷണം ആ തൂവൽ വെള്ളച്ചാട്ടത്തിന് എപ്പോഴും ആവശ്യമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എന്നും പറയുന്നുണ്ട്, ആൾക്കാർ വരുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതല്ലാതെ അവിടെ സുരക്ഷിത സംവിധാനം ഇല്ലാതിരിക്കുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. ഇനിയെങ്കിലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നല്ലൊരു സുരക്ഷാ വേലിയോ അല്ലെങ്കിൽ എവിടെ ചുഴിപ്പെട്ട് വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഉടനെ അധികൃതർ ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 5 വർഷം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത് ഇതുവരെയും തുറന്ന് നൽകിയിട്ടില്ല. മേഖലയിൽ ഇനിയും ഒരു ജീവൻ പൊലിയുവാൻ ഇടവരരുത് എന്നാണ് അധികൃതരോടുള്ള നാട്ടുകാരുടെ അപേക്ഷ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.